ഈ ചൈനയും ഇറാനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഏതാണ്ടൊരു 2500 വർഷത്തിന് മേൽ പഴക്കമുള്ളതായിട്ടാണ് ചരിത്രം പറയുന്നത്. ആ ബന്ധത്തിനകത്ത് ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ വിള്ളൽ വീഴുകയാണ്. രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു വിള്ളൽ വീഴണമെന്നൊന്നും ഞാൻ പറയില്ല. അല്ല, ആ ബന്ധത്തിനകത്ത് അല്ല, ആ ബന്ധം എന്ന് പറയുമ്പോൾ ചൈനയുടെ സാംസ്കാരിക പാരമ്പര്യവും ഇറാന്റെ സാംസ്കാരിക പാരമ്പര്യം, പേർഷ്യൻ സാംസ്കാരിക പാരമ്പര്യവും വളരെ പുരാതനങ്ങളാണ്. പക്ഷെ അത് രണ്ടിൻ്റെയും ആ ഗൗരവവും ഐശ്വര്യവുമുള്ള ഇന്നലകളല്ല രണ്ട് രാജ്യത്തും ഇന്നുള്ളത്. ഇന്നെന്ന് പറയുന്നത് ഒരു സൈഡില് ഇസ്ലാമിക ഭീകരവാദി ഭരണകൂടം, ഒരു സൈഡില് കപട കമ്മ്യൂണിസ്റ്റിന്റെ പേരില് ഫാസിസ്റ്റ് ഏകാധിപത്യ മുതലാളിത്ത ഭരണകൂടം. ഇവർ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾക്കാണ് എന്തെങ്കിലും ചതിവോ അല്ലെ ആ ബന്ധങ്ങളിലാണ് എന്തെങ്കിലും വിള്ളലോ ഉണ്ടായെന്ന് പറയാൻ കഴിയുക. ഹിന്ദിയിൽ പറയും, ഗദ്ദാരോ മേ ദോസ്തി നഹി, ദോസ്തോ മേ ഗദ്ദാരി നഹി. ചതിയന്മാർ തമ്മിൽ കൂട്ടുവേണ്ട, കൂട്ടുണ്ടായാൽ അതിനകത്ത് ചതിയും പാടില്ല എന്നാണ് ആ ഹിന്ദി പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്ന അതാണ്. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പ് തൊട്ട് തന്നെ എല്ലാവരെയും, അതിലും വിശേഷിച്ച് ഇസ്ലാമിക സമൂഹത്തെ ചതിച്ച കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാർ. സോവിയറ്റ് യൂണിയൻ, ഖിലാഫത്തിലുൾപ്പെടെ സത്യത്തിൽ അന്ന് ആംഗ്ലോ ക്രിസ്ത്യൻ സാമ്രാജ്യത്തിനെതിരെ ഇസ്ലാമിക സാമ്രാജ്യത്വ ശക്തികളെ ഖിലാഫത്തിന് വരി പറഞ്ഞിറക്കി വിട്ടത് സോവിയറ്റ് യൂണിയനാണ്. 1917 ഒക്ടോബർ വിപ്ലവം കഴിഞ്ഞ് അധികാരം കിട്ടിയിട്ടേ ഉള്ളൂ. ആ ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനാണ് ഇവർക്ക് പിന്തുണ ഓഫർ ചെയ്ത് ഇറക്കി വിടുന്നത്. 1920 അവർ അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. 1920 ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി, താഷ്കന്റ് വെച്ചാണ്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഇറാനിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അവരെല്ലാ സപ്പോർട്ടും കൊടുക്കുമെന്ന് ധരിപ്പിച്ചിട്ട് മറുവഴിക്കൂടെ അതേ വർഷം ഇംഗ്ലണ്ടുമായിട്ട് രഹസ്യമായി ചർച്ച നടത്തി ഒരു ആംഗ്ലോ റഷ്യൻ എക്കണോമിക് ട്രീറ്റി, ഒരു ട്രേഡ് ട്രീറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഗുണം അനുഭവിച്ചുകൊണ്ട് ഇസ്ലാമിനെ ചതിച്ച പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത്. അതേ കമ്മ്യൂണിസ്റ്റുകളാണ് ഇപ്പോഴും വീണ്ടും ചതിയുടെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഒരു പ്രധാന അംശമുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വർത്തമാനകാല അന്തർദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാനും റഷ്യയും ചൈനയും ഒന്നിച്ച് അമേരിക്കയുടെയും പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെയും സാമ്പത്തിക സ്വാധീനത്തിനെതിരെയുള്ള ഒരു പ്രതിരോധമുണ്ട്. ആ പ്രതിരോധത്തിന്റെ ഭാഗമായി 80% ഇറാന്റെ ഇന്ധനം, ഓയില് ചൈനയ്ക്ക് നൽകുന്നതിന് വ്യവസ്ഥയുണ്ട്. പ്രതിരോധ രംഗത്തും രണതന്ത്രപരമായ ധാരണകളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അയത്തുള്ള ഖമേനി, ഇറാന്റെ സുപ്രീം ലീഡർ, കൊല്ലപ്പെട്ടു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നടപടിയിൽ. അതുപോലെ തന്നെ ഇറാൻ ഇന്ന് നിന്ന് കത്തുകയാണ്. തകർച്ചയുടെ നെല്ലിപ്പടിയിലേക്ക് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് കാണുന്ന വാർത്തകളൊക്കെ ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. ഒക്കെ ശരി തന്നെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. യുദ്ധമാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇറാനോടൊപ്പം നിന്ന് ആഗോള ഇസ്ലാമിക രാഷ്ട്രീയത്തോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറക്കെ പറയേണ്ട ചൈന, പരസ്യമായി അവരോടൊപ്പം നിൽക്കേണ്ട ചൈന, പൊരുതേണ്ട ചൈന, പൊരുതുന്നത് വിട്, അവിടെ ചെന്ന് കൂടെ കെട്ടിപ്പിടിച്ചെന്ന് പൊട്ടിക്കരയുന്നതിനുള്ള
ഒന്നുകിൽ അതിനുള്ള മനസ്ഥിതി ഇപ്പൊ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇടപെടലിനുള്ള കരുത്തും കെൽപ്പുമുള്ള സൈനിക ശക്തിയോ സാമഗ്രിയോ ഉള്ള ഒരു കാലഘട്ടത്തിലല്ല ചൈന ഇന്ന് കടന്നു പോകുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, എന്തു പറ്റി സഖാക്കളെ എന്ന് ചൈനയുടെ എംബസിയിൽ ചെന്നൊന്ന് ചോദിക്കാൻ ഭാരതത്തിലുള്ള ആ ചൈനാചാരന്മാരായ സഖാക്കൾ ആരും മുതിരുന്നേയില്ല. അതുപോലെ തന്നെ ചൈനയുമായി കരാറുണ്ടാക്കി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കരാറുണ്ടാക്കി, ആ കരാറിന്റെ ഭാഗമായിട്ട് രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലും മറ്റും കൂടെ വേണ്ടത്ര പണം വാങ്ങിയ, ആ പണം വാങ്ങി പൊട്ടടിച്ച സോണിയ കുടുംബമോ കോൺഗ്രസ്സുകാരെ പോലും അങ്ങോട്ട് പോയി ചോദിക്കുന്നില്ല. എന്തേ നിങ്ങൾ ചൈന എന്തേ ഇപ്പോഴവിടെ കാണാത്തത്, ഇറാനെ സഹായിക്കാൻ കാണാത്തത് ചോദിക്കാൻ പോകുന്നില്ല. കാരണം ഇവർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, ചൈന നിവർത്തികേട് കൊണ്ടാണ്. ചൈനയുടെ തകർന്ന സാമ്പത്തിക സാഹചര്യം, ചൈനയുടെ പ്രതിരോധ സാമഗ്രികൾ നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച സന്ദർഭത്തിൽ 8 നിലയിലും പൊട്ടിയത്, പാകിസ്ഥാനെ സഹായിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോഴും രഹസ്യമായി കുറെ വിവരങ്ങളൊക്കെ സാറ്റലൈറ്റ് വഴി മറ്റൊക്കെ ഇറാന് കൈമാറുന്നുണ്ടെന്നും ചില വളരെ ശക്തിയുണ്ടെന്ന് പറയുന്ന മിസൈലുകളൊക്കെ ഇറാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. എന്തേ പ്രകടമായിട്ട് നീ പറയാൻ വയ്യാത്തത്? ഓർത്തു നോക്കൂ, 1962 യുദ്ധത്തില് സോവിയറ്റ് യൂണിയന്റെയും കമ്മ്യൂണിസ്റ്റ് ചൈനയുടെയൊക്കെ സൗഹാർദ്ദത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ജവഹർലാൽ നെഹ്റു ഭാരതത്തിന്റെ ചൈന യുദ്ധത്തിലെ പരാജയം കണ്ട് വിരളി പൂണ്ട് കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ സഹായം തേടി. ജോൺ എഫ് കെന്നഡി ആ സഹായ അഭ്യർത്ഥനയ്ക്ക് മറുപടി പോലും കൊടുത്തിട്ടില്ല. പക്ഷേ അവസരം വന്നപ്പം പരസ്യമായിട്ട് ഭാരതത്തോടൊപ്പം നിന്ന് ചൈനയുടെ ആക്രമണത്തിനെതിരെ നിലപാടെടുക്കാൻ, വേണ്ടി വന്നാൽ പൊരുതി ഇറങ്ങാൻ അമേരിക്ക ധൈര്യം പ്രകടിപ്പിച്ചപ്പോഴാണ് ചൈനയ്ക്ക് മുട്ടും മടക്കി തിരിച്ചു പോകേണ്ടി വന്നത്. എന്ന് പറയുന്ന പോലെ എന്ത് ചൈന ഇറാന് വേണ്ടി ശബ്ദം ഉയർത്തുന്നില്ല? ഇവിടെ ഞാൻ ഒരു കാര്യം മറക്കുന്നില്ല, കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും സംരക്ഷിച്ചിട്ടുള്ള ചരിത്രമല്ല ചൈനയുടേത്. കൂടെ നടക്കുന്നവന്റെ കാലെ ചവിട്ടുന്ന ചടങ്ങാണ്. ഉദാഹരണം നമുക്ക് തന്നെ അറിയാം. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്തു, ബംഗ്ലാദേശ് വിമോചന യുദ്ധം. ആ സന്ദർഭത്തിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാ? ചൈനയും അമേരിക്കയും പാകിസ്ഥാനും കൂടെ, പാകിസ്ഥാന് വേട്ടപ്പറ്റിയുടെ റോളാണ്, ചൈനയും അമേരിക്കയും ഒന്നിച്ച് സോവിയറ്റ് യൂണിയനെയും പ്രധാനമായും അതിൻ്റെ ഭാഗമായി ഭാരതത്തെയും എതിർക്കാൻ തീരുമാനിച്ചപ്പം വേട്ടപ്പറ്റിയുടെ റോളിലായിരുന്നു പാകിസ്ഥാൻ. അതേസമയത്തിന് സോവിയറ്റ് യൂണിയനും ഭാരതവും തമ്മിൽ ഇൻഡോ സോവിയറ്റ് സഹകരണ കരാറ്, ട്രീറ്റി ഉണ്ടാക്കിയിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പം ഭാരതം പാകിസ്ഥാനെതിരെ ആയുധമെടുത്തപ്പം ബാബു ജഗജീവൻ റാവും ഫീൽഡ് മാർഷൽ മനക്ഷയും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഒക്കെയുള്ള ആ സംയുക്ത സംവിധാനം പാകിസ്ഥാനെതിരെ ധീരമായി മുന്നോട്ട് നീങ്ങിയപ്പം, പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്ന ഘട്ടം വന്നപ്പം പരസ്പരമുള്ള ബന്ധത്തിൻ്റെയും കരാറിൻ്റെയും പേരിൽ അമേരിക്ക 7ാം കപ്പൽപ്പടയുമായി വന്നു, ഇല്ലേ? ആ 7ാം കപ്പൽപ്പട തിരിച്ചു പോയത് സോവിയറ്റ് യൂണിയൻ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ്. അമേരിക്ക വിജയിച്ചില്ല, പക്ഷെ അമേരിക്ക പരിശ്രമിച്ചു. ചൈന എന്ത് ചെയ്തു? ചൈന എന്ന് പാകിസ്ഥാനെ വഞ്ചിക്കുകയല്ല ചെയ്തത്. ഇത് പറയുമ്പം വേറൊരു കാര്യമുണ്ട്. അന്ന് വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചോദിച്ചൊരു കാര്യം, അന്നും ചൈനയ്ക്ക് നിവൃത്തിയില്ലാത്ത കാലമായിരുന്നു. എഴുന്നേറ്റ് നിന്നെങ്കിലല്ലേ അഭ്യാസം കാണിക്കാൻ പറ്റുള്ളൂ. അന്ന് ചെയർമാൻ മാവോ സേതുങ്ങിനെതിരെ
ചൈനയുടെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി, പേര് ഞാൻ മറന്നുപോയി, സോവിയറ്റ് സഹായത്തോടു കൂടി ആന്തരിക കലാപത്തിനുള്ള അവസരം ഒരുക്കുകയായിരുന്നു. സ്വന്തം കഞ്ഞിയിൽ പാറ്റ വീഴും എന്ന് കരുതി ഭയന്നിരുന്ന മാവോ സേതുങ്ങിന്റെ ഭരണകൂടം സ്വന്തം തടി രക്ഷിക്കാൻ നോക്കുവോ പാകിസ്ഥാനെ സഹായിക്കാൻ നോക്കുവോ, അതായിരുന്നു അന്നത്തെ കാര്യം. അവസാനം ആ പ്രതിരോധ മന്ത്രി ഒരു വിമാനാപകടത്തിൽ സംശയകരമായിട്ട് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് മാവോയ്ക്ക് ശ്വാസം നേരെ വീണത്. അല്ലെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത്. ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് ഇന്നും ഷീ ജിൻപിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 അധികാരത്തിൽ കയറിയ ശേഷം രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള നിരവധി പേരെ ഒഴിവാക്കി. അതുപോലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത 1000-ഓളം പേരെ, ജനറൽമാരുൾപ്പെടെ മുകളിൽ തട്ടിലുള്ള 1000-ഓളം പേരെ ഒഴിവാക്കിയെന്നാണ്. ചൈനയിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറി നിൽക്കണ കുഞ്ഞെ എന്ന് പറയുകയല്ല, കൊന്നൊടുക്കിയിട്ടുണ്ട്, കൂട്ടിലടച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വിശദമായി ചർച്ച സമയമില്ല. ചൈന ഇന്ന് നേരിടുന്ന ആന്തരിക പ്രശ്നങ്ങളുടെ പരിമിതികൾ കൊണ്ടാണോ എന്ന ഒരു സംശയമാകാം. അതായത് ഒന്നുകിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനീസ് ഭരണകൂടവും ഷീ ജിൻപിങ്ങും ഇറാനെ ചതിക്കുകയായിരുന്നു, അവരുടെ പഴയ സ്വഭാവം പോലെ, പഞ്ചശീലം പറഞ്ഞ് നെഹ്റുവിനെ ചതിച്ചതുപോലെ. അല്ലെങ്കിൽ ചൈനയ്ക്ക് പ്രതികരണത്തിനുള്ള ശേഷിയില്ലാതായിരിക്കുന്നു. ഈ രണ്ട് സാഹചര്യമാണ് കൃത്യമായും നാം കൂടുതൽ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ഒന്നുകിൽ ചൈനീസ് എംബസിയിൽ പോയി വിവരം അറിയുക, അല്ലെങ്കിൽ ഇറാനെ സഹായിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൊണ്ട് സോണിയാഗാന്ധിയും MA ബേബിയും ഒക്കെ ചൈനീസ് എംബസിയുടെ മുമ്പിൽ പോയാണ് ശബ്ദമുണ്ടാക്കുകയോ സമരം ചെയ്യുകയോ ചെയ്യേണ്ടത്. അതാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.